സിമ്പിൾ മല്ലു തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഇടാറുണ്ടായിരുന്നു. ഒന്നാമത് ഈ വലിയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ അത്രയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ അങ്ങ് ഒതുക്കുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2 ആഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ്. ചേച്ചിയും പിള്ളേരൊക്കെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ പൂപ്പി എഴുന്നേറ്റിട്ടുണ്ട്. ഏറ്റവും ആദ്യം അവനാണ് തോന്നുന്നു എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് സ്വന്തം പല്ലൊക്കെ തേച്ച് ഒന്നിനും ആരും സഹായമൊന്നും ആശാന് വേണ്ട, എല്ലാം തന്നെ ചെയ്തോളും. പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുള്ളിക്ക് ചായ വേണം, ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി. അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ ചേച്ചി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അതൊക്കെ കുടിച്ചിട്ട് നേരെ വന്ന് ടി വിയുടെ മുന്നേ ഇരിപ്പുണ്ട്. ഇവിടെ വരുമ്പോൾ ഫുൾ ടൈം ടി വിയും ഫോണിലും ഉപയോഗിക്കും. പക്ഷെ അവരുടെ വീട്ടിൽ വെച്ച് സമയം കൊടുത്തേക്കുക. ഡെറിക്ക് ഇത്ര സമയം, പൂപ്പിക്ക് ഇത്ര സമയം, ഡെറിക്ക് ഇത്ര സമയം ടി വിക്ക്, പൂപ്പിക്ക് ഇത്ര സമയം ടി വിക്ക്, ഡെറിക്ക് ഇത്ര സമയം ഫോണിന്, അങ്ങനെ അരമണിക്കൂർ വെച്ച് അങ്ങനെ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം ഇവർ ഫുൾ ടൈം ഇതിനകത്താണ്, ഫോണും ടി വി അങ്ങനെ. അപ്പോൾ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ രണ്ടുപേരും എഴുന്നേറ്റു, പൂപ്പിയും ഡെറി എഴുന്നേറ്റു. അവർ ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുള്ളതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഡെറി എഴുന്നേറ്റു. അങ്ങനെ അകമൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ പുറത്ത് മുറ്റം തൂക്കാൻ ഇറങ്ങി വന്നപ്പം സ്ഥിരം കാണുന്ന പോലെ തന്നെ നമ്മുടെ പൂച്ചക്കുട്ടനും പട്ടിക്കുട്ടനും പുറത്ത് പ്രസൻ്റാണ്. ഹലോ സുന്ദരിയേ, ഈ പൂച്ചക്കുഞ്ഞിനെയാണ് ഇവനേത് സമയം ഈ ഒരു നോട്ടമാണ്, ഇവിടുന്ന് മാറത്തേ ഇല്ല. ഈ പൂച്ചയുടെ ഈ പൂച്ചയില്ലേ, ഈ പൂച്ചയുടെ കുഞ്ഞാവയാണ് ഇത്. ഈ കുഞ്ഞു പൂച്ച 3 പേരുണ്ടായിരുന്നു, വെളുത്ത 3 എണ്ണവും പിന്നെ ഈ ഒരെണ്ണമായിരുന്നു. അതുങ്ങളെ 3 കാണാനില്ല. ഇപ്പോഴത്തെ കുടുവിൻ്റെ ഒരു സ്ഥിര സ്പോട്ടായത്, വന്നിരിക്കുന്ന സ്ഥലമാണ്. എന്തിനാ ഇരിക്കുന്നതെന്നറിയാവോ? ഏതേലും ഒരു കിളിയോ ഏതേലും ഒരു അണ്ണാനോ എന്തേലും അവിടെ കാണും. ഇനി അതിനെ ഈ പഞ്ചായത്തിൽ നിന്ന് വിട്ടിട്ടേ കൂടു ഇനി അവിടുന്ന് മാറത്തുള്ളൂ. ഇരിപ്പൊക്കെ കണ്ടില്ലേ? അടുത്ത് പോകത്തില്ല, അടുത്ത് പോകാൻ പേടിയാണ്. ഈ ദൂരെ നിന്നിങ്ങനെ കാണത്തേ ഉള്ളൂ. അടുത്തത് 2 ഇവിടെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിപ്പൂച്ച ഏത് നേരവും കളിയാണ് അമ്മയും മോളും കൂടെ. ഞാൻ അടുക്കി വെച്ചേക്കുന്ന മൊത്തം ആക്രിക്കാർ വരുമ്പോൾ ഇതെല്ലാം എടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ആ കോട്ടയ്ക്കകത്ത് വെച്ചത്. എന്നും രാത്രി ഞാൻ അടുക്കി വെക്കും, രാവിലെ വരുമ്പോൾ ഇതെല്ലാം താഴെ കിടക്കുന്നതാണ്. ഇവളാകട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കീറാമി എന്ന് പറഞ്ഞേ, ഈ ഒരു ഇതൊക്കെ അങ്ങ് മാറി, ഇപ്പം മിടുക്കിയായി. അന്നൊക്കെ തീരെ അങ്ങ് അശുവായിരുന്നു അവൾ. പിന്നെ ഇത് ഞാൻ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് ഡെറി എഴുന്നേറ്റ്. അവൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവന് നാണമാണ്, അവൻ താമസിച്ച് എഴുന്നേറ്റുകൊണ്ട് ഞാൻ കാണിക്കുമെന്നും പറഞ്ഞ്. പിന്നെ മുറ്റമൊക്കെ ഏകദേശമൊക്കെ തൂത്തിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്താട്ടെ. ഈ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചിട്ട് അവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടുവെച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന് മുന്നേ എടുത്ത വീഡിയോയിലായിരുന്നു കട്ടപ്പനയെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതെൻ്റെ ഈ ചെടി ഞാൻ അവിടുത്തെ കട്ടപ്പനയിൽ പോയ വഴിക്ക് കുട്ടിക്കാനത്തു നിന്നൊരു ചെടി പറിക്കുന്നുണ്ടല്ലോ, ആ ചെടി അത് നന്നായിട്ട് വളരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് വളരത്തില്ലായിരിക്കും, കാരണം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് വളരത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നല്ലതായിട്ട് വളർന്നു വരുന്നുണ്ട്. വേറൊരെണ്ണം ഞാൻ അപ്പുറത്തെ സൈഡിൽ നട്ടു വെച്ചിട്ടുണ്ട്, അതും പൂവുണ്ടായി അതിനകത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ സമയമാകാറായപ്പോഴത്തേനും ഡെറിയും പൂപ്പിയും തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളിച്ച് വൃത്തിയായി. ഇവരൊക്കെ ഒരു സഹായവും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ പൂപ്പി ഇളയവനെ മൂത്തവൻ വേണേൽ കുളിപ്പിച്ച് ഒരുക്കിയൊക്കെ നിർത്തും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചേച്ചിക്ക് ഇവരുടെ പുറകെ അങ്ങനെ നടക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. പിന്നെ പഠിപ്പിക്കുമ്പോഴായാലും വലിയ ഇതൊന്നും വേണ്ട. പിന്നെ ചേച്ചിയുടെ ഒരു മേൽനോട്ടം വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ പൂപ്പിയെ വേണേൽ ഡെറി പഠിപ്പിക്കും. അങ്ങനെ 2 പേരും നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഇത് പിന്നെ ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാരുന്ന് വർത്തമാനം പറയുന്നതാണ്. തുറന്ന ചാടിപ്പോ, അല്ലാതെ ഞാൻ എടുത്ത് കൈ തരാം. എടുത്ത് കൈ തരട്ടെ? എടുത്ത് കൈ തരട്ടേടാ. നിന്റെ കൈ തരാനോ? എങ്ങനെ? കുടുവിനെ പേടി. പിന്നെ അങ്ങനെ പേടി മാറ്റും? അല്ലാത്തപ്പോ എങ്ങനെയായിരുന്നു പറ്റുന്നത്? അതെങ്ങനെയായിരുന്നു? തുറന്നവനിപ്പോൾ ചാടിപ്പോ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റത്തെ ദിവസം രാവിലെ ഇവർ പോകും. അതിൽ ശോകം അടിച്ചിരിക്കുന്നതാണ് കിറ്റി. ഭയങ്കര വിഷമിച്ചിരിക്കുക. വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പോകുന്നത് ഭയങ്കര സങ്കടമാണ്. ഇവനറിയത്തില്ല നാളെ പോകുമെന്ന്. ഇവന് നാളെ ഇന്ന് ഏതാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നാളെയാണെന്ന് പറയുകയാണെങ്കിൽ ചോദിക്കും ഇനിയും 2 ദിവസം കൂടെ ഉണ്ടോയെന്ന്. അവന് നാളെ ഇന്നലെയും മറ്റന്നാളും ഒന്നും അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. നാളെയാണ് പോകുന്നത് ഇവൻ അറിയാമെങ്കിൽ ഇപ്പോഴേ കാറിച്ച് തുടങ്ങും. ഭയങ്കര സങ്കടമാണ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് പോകാൻ. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ റാന്നി ടൗണിലോട്ടൊന്ന് വന്നായിരുന്നു. പൂപ്പിയുടെ ഉറക്കം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളേതോ ദൂരയാത്ര കഴിഞ്ഞ് വരുവാന്ന്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റാന്നിയിലോട്ട് ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ.
പക്ഷേ അവന് വണ്ടിയിൽ കയറിയാൽ ഉടനെ ഉറങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഭയങ്കര ക്ഷീണമാണ് പുള്ളിക്ക്. ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചേച്ചിയുടെ വകയും പപ്പായുടെ വകയും. ബർത്ത്ഡേ അന്നൊന്നും അല്ല, ഞങ്ങളുടെ ചർച്ചിലൊരു കൊച്ചു പോകുന്നുണ്ട് ബാംഗ്ലൂരിന്. അപ്പോൾ അവിടെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചേച്ചി പിറ്റേ ദിവസം രാവിലെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതിന് മുന്നേ മേടിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നിച്ചങ്ങ് കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ റാന്നിയിൽ വന്നു. സന്ധ്യയായി കേട്ടോ, വെട്ടം ഉണ്ടെന്നേ ഉള്ളൂ, സന്ധ്യയായി. അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ചാച്ചൻ വന്നു, ഇവരെല്ലാം പോയി. അങ്ങനെ വീണ്ടും പഴയ പോലെ വീട് ശൂന്യമായി. താങ്ക് യു.